പിണറായി വിജയൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരുടെ പോർവിളിയാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയിരിക്കുന്നത്. കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു പരിപാടി ഇത് കാരണം സംസ്ഥാന സർക്കാരിന് റദ്ദാക്കേണ്ടി വന്നിരിക്കുകയാണ്. കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുറഹ്മാനും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി ശിവൻകുട്ടിയും തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. മലയാളികളുടെ അഭിമാനമായി പാരീസിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ PR ശ്രീജേഷിന്റെ സ്വീകരണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിമാർ ഏറ്റുമുട്ടിയത്. ഇതോടെ മറ്റ് ഗത്യന്തരമില്ലാതെ ചടങ്ങ് മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ പോർവിളി അറിയാതെ തലസ്ഥാനത്ത് വന്നുപെട്ട ശ്രീജേഷാണ് അപമാനിക്കപ്പെട്ടത്. മറ്റു സംസ്ഥാനങ്ങളിലെ ഹോക്കി താരങ്ങൾക്ക് സർക്കാർ സ്വീകരണങ്ങളും ക്യാഷ് അവാർഡുകളും നൽകിയപ്പോൾ ഇനി കേരളത്തിൽ ആര് ശ്രീജേഷിനെ സ്വീകരിക്കണമെന്നോ എത്ര പണം നൽകണമെന്നോ ഉള്ള ചിന്തയൊന്നും സംസ്ഥാന സർക്കാരിനില്ല. ആര് സ്വീകരിച്ചാലും അവിടെ ആദരിക്കപ്പെടുന്നത് ശ്രീജേഷ് തന്നെയാണ്. അതുപോലെ സർക്കാർ കാരണം ശ്രീജേഷ് അപമാനിക്കപ്പെട്ടാൽ അതിൻ്റെ ചീത്തപ്പേര് കേരളത്തിന് മൊത്തമായി ചാർത്തി കിട്ടുകയും ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായ ശ്രീജേഷിന് സ്വീകരണം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിനാണ് അർഹതയെന്ന് ശിവൻകുട്ടി പറഞ്ഞതോടെയാണ് തർക്കം മുറുകിയത്. രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ ജേതാവിന് സ്വീകരണം നൽകേണ്ടത് കായിക വകുപ്പാണെന്ന് അബ്ദുറഹ്മാനും വാദിച്ചതോടെ ചടങ്ങ് മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. ശ്രീജേഷിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്വീകരണം നൽകാനായിരുന്നു കായിക വകുപ്പിന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി അസൗകര്യം അറിയിച്ചതോടെ ചടങ്ങ് മറ്റൊരു ദിവസം നടത്താമെന്നാണ് കായിക വകുപ്പ് അറിയിച്ചത്. ഇതിനിടെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ശ്രീജേഷിന് മറ്റൊരു സ്വീകരണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് ഉറപ്പും ലഭിച്ചതോടെയാണ് അപമാനിക്കപ്പെട്ടുവെന്ന ചിന്ത കായിക വകുപ്പ് മന്ത്രിക്കുണ്ടായത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ജിമ്മി ജോർജ് സ്റ്റേഡിയം വരെ ഘോഷയാത്രയും ആസൂത്രണം ചെയ്താണ് കായിക വകുപ്പ് ശ്രീജേഷിനെ അനുമോദിക്കാൻ പദ്ധതിയിട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തിയതിന് പിന്നാലെ മന്ത്രി ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തി സ്വീകരണ പരിപാടിയെ സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെ കൊച്ചിയിൽ നിന്നും കുടുംബസമേതം ശ്രീജേഷ് തലസ്ഥാനത്ത് എത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് പരിപാടികൾ റദ്ദാക്കിയതായി സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത്. സത്യത്തിൽ മെഡൽ ജേതാവിനെ അപമാനിക്കുന്നത് തുല്യമായിരുന്നു സർക്കാരിന്റെ ഈ നിലപാടുകളെന്നും കാണാൻ സാധിക്കും. കായിക വകുപ്പാണ് ആദ്യം സ്വീകരണം ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി അസൗകര്യം അറിയിച്ചതോടെയാണ് മാറ്റിവെച്ചതെന്നും ചൂണ്ടിക്കാട്ടി പിണറായി വിജയനോട് കായിക വകുപ്പ് മന്ത്രി പരാതി അറിയിച്ചതോടെ എന്നാൽ ആരും പരിപാടി നടത്തേണ്ട എന്ന നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയത്. ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് എത്രയും വേഗം ശ്രീജേഷിനുള്ള കേരളത്തിന്റെ ആദരവ് അർപ്പിക്കണമെന്നും ഇനിയും അപമാനിച്ച് ഇതിഹാസ തുല്യമായ കരിയർ നയിച്ച ശ്രീജേഷിനെ തളർത്തതെന്നാണ് കായിക പ്രേമികൾ ആവശ്യപ്പെടുന്നത്.